ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വാഹനവുമായിട്ട് വളരെ ഇടുങ്ങിയ റോഡും വളവും തിരിവും ഇറക്കമുള്ള ഒരു റോഡിലാണ് എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വളവുകളിലും അതുപോലെ തന്നെ ഇറക്കങ്ങളിലും അതുപോലെ തന്നെ വളവുകളോട് കൂടിയ നിരപ്പായിട്ടുള്ള റോഡുകളിലും നിങ്ങൾ ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം പല ആൾക്കാരും ബ്രേക്ക് ഉപയോഗിക്കുന്ന മെത്തേഡ് കറക്റ്റായിട്ട് അല്ല. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്നവരുടെ ഒരു മെയിൻ പ്രശ്നമാണ് ബ്രേക്കിൻ്റെ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ നമുക്ക് ലഭിക്കത്തില്ല. നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ കൺട്രോളും സ്റ്റിയറിംഗ് ബാലൻസുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ബന്ധമുണ്ട്. ബ്രേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ചവിട്ടി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന് വേഗത കൂടും. ചിലപ്പോൾ അതനുസരിച്ച് തുടക്കക്കാർക്ക് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരും. ബ്രേക്ക് അമിതമായിട്ട് ചവിട്ടി കൊടുത്താലും അതും പ്രശ്നമാണ്. അപ്പം എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള റോഡുകളിൽ ബ്രേക്ക് ബാലൻസ് ചെയ്യാം എന്നുള്ളത് ഒരു ഉദാഹരണം സഹിതം നിങ്ങളെ ഞാനിവിടെ ഡ്രൈവ് ചെയ്ത് കാണിച്ച് തരികയാണ്. ശ്രദ്ധിച്ച് കാണുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് നൽകുക. ഓക്കെ, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ചാനൽ വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ കാണാം. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ കാലെടുത്ത് ബ്രേക്കിലേക്ക് എടുത്തു വെക്കുന്നു. ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടി കൊടുക്കുകയാണ്. വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു. ഞാൻ ഇതേ വാഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തുകൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കുക, ചെറിയൊരു ഇറക്കം കൂടിയ റോഡിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് പതുക്കെ റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് വണ്ടി ഇവിടെ ഉരുണ്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇങ്ങനെ റൺ ചെയ്യുന്നു. പതിയെ ബ്രേക്ക് ഞാൻ അയച്ചു കൊടുത്തു. അതിനുശേഷം പതുക്കെ ക്ലച്ച് എന്നും കൂടെ ഇതേ പതിയെ അയച്ചപ്പോൾ വണ്ടി ഇതേ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു. ഇതിപ്പം ഇറക്കം കൂടി ഒരു ചെറിയ സ്പേസിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഗിയറിലാണ്, ചെറിയൊരു വളമാണ്. ഇതേ വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂവ് കൊടുത്തതിന് ശേഷം ക്ലച്ച് പിടിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വാഹനം വരുന്നു. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണ്, ചെറിയ വളവും തിരിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഇടുന്നതിൻ്റെ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ഇത് ക്ലച്ച് പിടിക്കുന്നു. ഞാൻ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും എൻ്റെ കാല് ബ്രേക്ക് ബാലൻസ് ചെയ്യാണ്. ഇങ്ങനെയുള്ള റോഡുകളിൽ പലർക്കും ബ്രേക്ക് ബാലൻസ് ചെയ്യാൻ അറിയത്തില്ല. കാരണം ഇവിടെ നമുക്ക് നിരപ്പ് ഉള്ള റോഡാണ്, ചെറിയ ഇറക്കമുണ്ട്, എന്നാൽ വളവുണ്ട്. പല ആൾക്കാരും ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ എടുത്ത് ഹാർഡായിട്ട് ചവിട്ടും. അപ്പോൾ വണ്ടി ഇതുകൊണ്ട് ഇവിടെ തീർത്തും നിന്ന് വണ്ടി വിറച്ച് ഓഫായി പോകും. ചില ആൾക്കാർ അത് വരാതിരിക്കാനായിട്ട് ബ്രേക്ക് ചുമ്മാ കാല് വെക്കും, ചവിട്ടി കൊടുക്കത്തില്ല. ചവിട്ടി കൊടുക്കാതെ ഇരിക്കുമ്പോൾ വണ്ടിക്ക് വേഗത കൂടിയിട്ട് ഇതുകൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോയി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു വളവാണ്. അപ്പം നമ്മളിവിടെ ബ്രേക്ക് കുറച്ച് കൊള്ളിച്ച് ചവിട്ടണം. ഒപ്പം വളവും നല്ല വളവാണെന്നുണ്ടെങ്കിൽ, ഇറക്കമാണെന്നുണ്ടെങ്കിൽ ക്ലച്ചും കൂടെ ചവിട്ടുക. ക്ലച്ചും കൂടെ ചവിട്ടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അടുത്ത ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതിയെ ക്ലച്ചിൽ റിലീസ് ചെയ്ത് സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്ന് ബ്രേക്ക് പതിയെ കൊള്ളിച്ച് ചവിട്ടിക്കൊണ്ട് ഇതുകൊണ്ട് ഇതുപോലെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് കൊള്ളിച്ച് ചവിട്ടിയായിരിക്കണം നമ്മൾ ഇതുപോലെയുള്ള വളവുകൾ ഇറങ്ങേണ്ടത്. അവിടെ തേർഡല്ല വേണ്ടത്, സെക്കൻഡ് ഗിയർ ആണ്. ഇനി ഇവിടെ വളവ് ഒരു ഗട്ടറും കൂടെ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. എന്നിട്ട് പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യണം. അപ്പം നിങ്ങൾ ഈ കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കണം. നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് നല്ല വളവും ഇറക്കമൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ബ്രേക്ക് പതിയെ ഒരുപാട് ഹാർഡായിട്ട് ചവിട്ടാതെ, ഒരുപാട് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കാതെ അതിനിടയിൽ നമ്മൾ ബ്രേക്ക് ബാലൻസ് ചെയ്ത് വളവിറങ്ങിയാൽ സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡിയാവും. ഗിയർ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു ബാലൻസ് കിട്ടും. ഇനി നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആയെന്ന് തോന്നിയാൽ വീണ്ടും നമുക്ക് ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുക്കാം. സ്ട്രെയിറ്റ് റോഡും ചെറിയ വളമാണെങ്കിൽ മൂന്നാമത്തെ ഗിയറിൽ ഒന്ന് കൊള്ളിച്ച് ബ്രേക്ക് ചെയ്താൽ മതി. ഒരുപാട് ചവിട്ടി കൊടുക്കരുത്, ഒരുപാട് റിലീസ് ചെയ്യാതെ ഒരു നേർത്ത രീതിയിലുള്ള ബ്രേക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ നമുക്ക് വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് ഇതുകൊണ്ട് ഇതുപോലെയുള്ള ഇറക്കങ്ങൾ, ഇടുങ്ങിയ റോഡ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇറങ്ങാം. നിങ്ങളിൽ പല ആൾക്കാർ ഒന്നേ ബ്രേക്ക് അയച്ചു കൊടുക്കും, അപ്പോൾ സ്പീഡ് കൂടും. ഇപ്പോൾ ഇതുകൊണ്ട് ബ്രേക്ക് അയച്ചു കൊടുക്കുകയാണ്, ഒരുപാട് പേര് ചെയ്യുന്നതാണ്. എന്നിട്ട് വളവിൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റ ബ്രേക്ക് അങ്ങ് ചവിട്ടി കൊടുക്കും. അപ്പം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാതെ വരും, വണ്ടിക്ക് സ്പീഡ് കൂടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, വളവിന് മുന്നമേ ബ്രേക്ക് ചെയ്ത് കൊടുക്കണം. അതിനെങ്ങനെയാണെന്ന് കാണിച്ചാൽ, ഇപ്പം അവിടെ ഒരു വളവുണ്ടെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് ബാലൻസ് ചെയ്യുക. അതായത് ബ്രേക്ക് ഞാൻ ചവിട്ടി കൊടുത്തതുകൊണ്ട് സ്പീഡ് കുറച്ച് കൊടുക്കുന്നു. അപ്പം നമുക്ക് ഈ വളവിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഈസിയാണ്. എന്നിട്ട് ഇടത്തേക്കാല് ജസ്റ്റ് ക്ലച്ചിലൊന്ന് വെച്ചോ, ചവിട്ടി കൊടുക്കരുത്. എന്നിട്ട് ഇതുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ചവിട്ടി നമുക്ക് പതിയെ ഇതുപോലെയുള്ള വളവുകൾ ഇറങ്ങി വരാനായിട്ട് കഴിയും. ഇനി വളവിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്നതിനോടൊപ്പം ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയറിലേക്കും കൂടെ കൊടുക്കണം.
കൊടുക്കണം. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ബ്രേക്ക് ബാലൻസ് ചെയ്യുക. അപ്പം നമുക്ക് ആ സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തം കൂടെ വരുമ്പം ആ ഒരു എൻജിൻ ബ്രേക്കിംഗ് നമുക്ക് അവിടെ കിട്ടുകയാണ്. എന്നിട്ട് ബ്രേക്ക് നമ്മൾ ഇതുപോലെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആവും. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഉടൻ തന്നെ നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കുക. തേർഡ് ഗിയർ കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ബ്രേക്ക് ബാലൻസ് ചെയ്യുക. ഇനി നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു പോയിന്റ് പറയാം. ഇപ്പം നമുക്കിവിടെ മുന്നിലായിട്ടൊരു വളവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾ തേർഡിൽ നിന്ന് ബ്രേക്ക് ബാലൻസ് ചെയ്ത് അഡ്വാൻസ് സെക്കൻഡ് കൊടുത്തിട്ടേ ഇങ്ങനെയുള്ള വളവുകൾ എടുക്കാവുള്ളൂ. തേർഡ് ഗിയറിൽ വന്നെടുത്ത് പോകുന്നത് സേഫ് അല്ല. നമുക്ക് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ വണ്ടി റോഡിന് നടുക്ക് പോകും. പ്രത്യേകിച്ച് ഇടുങ്ങിയ റോഡുകളിൽ അത് വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാക്കും. അപ്പം സെക്കൻഡ് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുന്നത്, അത്യാവശ്യം നല്ല വളവുകളിലൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് തേർഡ് ഗിയറിൽ പോകാൻ പറ്റുന്ന വളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വളവുകളല്ലാത്ത നമുക്ക് വളവുകളുണ്ടല്ലോ, അത് ഇറക്കം കൂടിയതാണെങ്കിലും അത്തരത്തിലുള്ള റോഡുകളിൽ നമുക്ക് തേർഡിൽ പോകാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ സെക്കൻഡിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ചെറിയ ഇറക്കമാണ്, അതുകൊണ്ട് ചെറിയ വളവാണ്. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റോഡിൽ നമുക്ക് മൂന്നാമത്തെ ഗിയറിൽ വരാനായിട്ട് കഴിയും. ഒരു 25 കിലോമീറ്റർ വേഗത അല്ലെങ്കിൽ ഒരു 30-നോട് അടുത്ത ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ ആ സ്പീഡ് മാത്രം നിങ്ങൾ ബ്രേക്ക് ഉപയോഗിച്ച് ബാലൻസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ബ്രേക്ക് ഉപയോഗിച്ച് അത് ബാലൻസ് ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്ന ഒരു വാഹനം കയറി പോവുകയാണ്. പ്രോപ്പർ ബ്രേക്ക് ബാലൻസ് ചെയ്ത് കണ്ടോ, ഞാൻ ഈ വളവിറങ്ങി വരികയാണ്. ഇനി ചില ആൾക്കാർക്ക് ഈ 30 കിലോമീറ്റർ സ്പീഡ് വളവിൽ ബാലൻസ് ചെയ്യാനായിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്. കാരണം അങ്ങനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ പല ആൾക്കാർക്കും തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തേർഡിൽ പോകാതെ അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് പോവുക. ഇപ്പോൾ എനിക്കൊരു ബാലൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് വീണ്ടും ഫോർത്തിലേക്കും കൂടെ അതുകൊണ്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് റോഡിൽ വരാം. വീണ്ടും ഇവിടെ ഒരു വളവ് വന്നു കഴിഞ്ഞാൽ തേർഡിലേക്ക് അഡ്വാൻസ് ചെയ്ത് ബ്രേക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളവിൽ ഈ ബ്രേക്ക് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്ത് വരാനായിട്ട് കഴിയും. ഇനി നമുക്കൊരു ജംഗ്ഷനോട് കൂടിയ ഒരു റോഡിലേക്കാണ് നമ്മൾ ഒരു ഇറക്കത്ത് നിന്ന് ടേൺ എടുക്കുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ക്ലച്ച് യൂസ് ചെയ്യണം, എങ്ങനെ ഗിയർ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കാലം ഇതുകൊണ്ട് ബ്രേക്കിലുണ്ട് ക്ലച്ചിലുണ്ട്. ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുകയാണ്. ഓക്കെ, ബ്രേക്ക് റിലീസ് ചെയ്ത് ക്ലച്ച് ചവിട്ടി ഞാൻ ഇതുകൊണ്ട് പതിയെ ജംഗ്ഷനിലേക്ക് ടേൺ എടുത്ത് ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് പതിയെ ബ്രേക്ക് ചെയ്യാൻ നയിക്കുന്നു. അതിനുശേഷം പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് എൻ്റെ വാഹനം വന്നു. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത്രയും വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാനായിട്ട് കഴിയും. വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആയാൽ ക്ലച്ച് പിടിക്കാം, തേർഡ് ഗിയറിലേക്ക് ഇടാം. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക, റോഡ് സ്ട്രെയിറ്റ് ആയാൽ ഫോർത്ത് ഗിയറിലേക്ക് ഇടാം. അപ്പോൾ ആദ്യമൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്ന സ്പീഡ് ബാലൻസ് ചെയ്ത് ഓടിക്കുക. അതിന് നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ ആണ് അനുയോജ്യമെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓടിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തേർഡ് ഗിയറിലുള്ള ബ്രേക്കിൻ്റെ ബാലൻസിങ് ഒക്കെ റെഡി ആയിട്ട് കിട്ടിക്കോളൂ. അത് പതിയെ ആകത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് വളവുകളിൽ സൂക്ഷിച്ച് ബ്രേക്ക് യൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു വളവുണ്ട്, വളവിന് മുന്നമേ ഞാൻ വണ്ടി ബ്രേക്ക് ചെയ്ത് സ്ലോ ആക്കി കൊടുത്തുകൊണ്ട് ഈ വളവ് നമ്മൾ തിരിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിലൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നാളെ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.